അമ്മത് നന്റെ ഇതില് കുറെ സാലറി ഉണ്ട് ലൈക്ക് ഐ എം എ മിഡിൽ ക്ലാസ് മാൻ സോ ഈ കമ്മ്യൂണിറ്റിയിൽ നക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റോ ഈ മിഡിൽ ക്ലാസ്സുകാരുടെ പ്രശ്നം ഇതാണ്. നമ്മൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന പൈസ മൊത്തത്തിൽ സ്പെൻഡ് ചെയ്ത് കളയും. അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ഡേ ടു ഡേ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. അതേ കണക്ക് ക്യാരി ഫോർ വലിയ വലിയ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ പറ്റും. നമ്മൾ എന്താണ് ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ് കൂടുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദമാക് ഹിൽസ് 2 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് പ്രൈസ് കുറച്ചായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് 7,50,000 നമുക്ക് 1 ബെഡ്റൂം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂം നോക്കി കഴിഞ്ഞാൽ 9,90,000 നമുക്ക് കിട്ടുന്നുണ്ട്. ആക്ച്വലി മെയിൻ ലാൻഡ് ആയ ഇവിടെ ദുബായിൽ ദമാക് ഹിൽസ് 1 നമുക്ക് 1 ബെഡ്റൂം കിട്ടുന്നത് 9,90,000 അതുപോലെ തന്നെ 1 മില്യണിന് മുകളിലാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പയ്യെ പയ്യെ നമ്മളെ പൈസ ഗ്രോത്ത് ആയി കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമ്മൾ വലിയ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, താങ്ക്സ് ബ്രോ. ഓക്കെ.